ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലേക്കാണ്. പക്ഷെ ഇന്നല്ല നമ്മൾ പോണത്. ഇപ്പോൾ ഒരു മാസമാവാനായി. പക്ഷെ എൻ്റെ ഗാലറിയിൽ ഞാൻ എഡിറ്റ് അയച്ച് മടിയാണ് ഗൈസ് എഡിറ്റൊക്കെ ചെയ്യാൻ. അങ്ങനെ നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നത് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറയുന്നത് വയനാട്ടിലേക്കാണ്. അങ്ങനെ വയനാട്ടിലേക്ക് നമ്മളൊരു 6 മണി ആ ടൈമിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ ആൾക്കാർ 6 മണിക്കാണ് ഇറങ്ങിയത്. ഏകദേശം നമുക്ക് നല്ല വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ അതാ ഫുഡൊക്കെ എത്തി. ഫുഡ് പൂരി പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം 2-3 മാസമായതുകൊണ്ട് തന്നെ സംഭവമൊക്കെ മറന്നുപോയിന്. എന്തൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ മറന്നുപോയിന്. പിന്നെ വീഡിയോയിൽ എന്തൊക്കെയാണ് വരുന്നത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെ അതാ വയനാട് ചുരം കയറുകയാണ്. ചുരം കയറുമ്പോൾ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുരങ്ങന്മാരൊക്കെ കണ്ട് ചുരം കയറി. ഇങ്ങനെ വയനാട് എത്തിയപ്പോൾ നമുക്ക് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തില്ലെങ്കിൽ വണ്ടി നീങ്ങൂല. അങ്ങനെ ചാർജൊക്കെ ചെയ്ത് നമ്മൾ നേരെ പോയത് എനിക്ക് തോന്നുന്നു എല്ലാവരും വയനാട്ടിൽ പോയി കഴിഞ്ഞ ഒരുവിധം എല്ലാവരും ഹണി മ്യൂസിയം എല്ലാവരും കാണാറുണ്ട്. അങ്ങനെ നമ്മളും കാണാൻ വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് തന്നെ ഹണി മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ കുറേ ബാഗ് കാര്യങ്ങൾ പിന്നെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നല്ല ഹണിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പ്യുവർ ഹണീസ് കാര്യങ്ങൾ പിന്നെ ഹണി വാക്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഫസ്റ്റ് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളതിൻ്റെ മെഷീന് ഹണി എങ്ങനെ പ്രോസസ്സ് ചെയ്യണത് പിന്നെ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഒരു പറഞ്ഞു തരുന്നിട്ടുണ്ട്. ഒരുപാട് ലെൻസസ് ആണ്. അതുകൊണ്ടാണ് തേനീച്ചകളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ തേനീച്ചക്കൂട്ടിലോട്ടൊക്കെ നമ്മൾ കല്ലെറിയാണെങ്കിൽ നമ്മൾ എവിടെ പോയി ഒളിച്ചാലും തേനീച്ച നമ്മൾ ഓടിച്ചിട്ട് കുത്താറുണ്ട്. കാരണം മൾട്ടിപ്പിൾ ലെൻസസ് ആണ്. കല്ലെറിയുമ്പോൾ ആ കല്ല് എവിടെ പതിക്കുന്നത് എറിഞ്ഞവൻ എങ്ങോട്ട് ഓടി ഒളിക്കുന്ന കാണാനുള്ള കഴിവ് കണ്ണുകൾക്കുണ്ട്. അപ്പൊ എവിടെ ഒളിച്ചാലും തേനീച്ച നമ്മളെ കുത്തും. അപ്പൊ ഞാൻ കല്ലെറിയാന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ക്ലൈമറ്റിലും നമ്മൾ ഹണീസിൻ്റെ ചേഞ്ചസ് ആണ് ഇതിൽ പറയുന്നത്. പിന്നെ മാത്രമല്ല ഹണി വാക്സ് കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് എല്ലാ ഹണീസും പറഞ്ഞാൽ ഓരോ ഫ്ലേവറിലുള്ള ഹണീസും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ അടുത്തുള്ള പാർക്കിൽ തന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാലാടി കളിച്ച് അത് ഏകദേശം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കണമല്ലോ. കാരണം ഒരു 12 മണിയൊക്കെ ആയിന്. നമ്മൾ നേരെ എന്താക്കി അവിടെ ഒരു തട്ടുകട മാറ്റ സ്ഥലമുണ്ട്. അപ്പോൾ പോത്തുംകാല കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോത്തുകാല കഴിക്കാൻ വിചാരിച്ചു. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ക്വാണ്ടിറ്റി പറഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു 4-5-6-7 പേർക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമ്മൾ പോയ ടൈം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളൊരു ന്യൂ ഇയർ ടൈമിനാണ് പോയത്. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി തുടങ്ങാനായി. ജനുവരി ലാസ്റ്റിലേക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര റഷാണ്. നമുക്കൊരു റിസോർട്ട് പോലും കിട്ടാനില്ല. അങ്ങനെ നമുക്കൊരു 4 മണി ആ ഒരു ടൈമിനാണ് ഒരു റിസോർട്ട് നമുക്ക് സെറ്റായത്. ഇപ്പോൾ റിസോർട്ടിൻ്റെ പേരെന്താ പറഞ്ഞാൽ വൈത്തിരി റിട്രീറ്റ് റിസോർട്ടാണ്. റിസോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഫുഡ് എനിക്ക് ഓവർ ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കുറവായിരുന്നു. ഫുഡ് ഓക്കെയാണ്, ബട്ട് ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. ബാക്കിയൊക്കെ അവിടുത്തെ നേച്ചറായാലും പിന്നെ അവിടെ റിസോർട്ടായാലും പൂളായാലും ഒക്കെ നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രഷായി. പിന്നെ കുറച്ച് തണുപ്പുണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇട്ട കോട്ട് തന്നെ മേലിട്ട് അത്യാവശ്യം തണുപ്പുണ്ടായതുകൊണ്ട് അത്യാവശ്യം വിശക്കുണ്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ഗൈസ് പോവാം. പിന്നെ ഗൈസ് ഞാനില്ലേ ഈ ഇതില്ല, എനിക്ക് എല്ലാ ടൂറിന് പോയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേമാതിരി ഇന്ന് ടൂറിന് പോയപ്പം ഇവിടെ നിന്നും എനിക്കൊന്ന് കിട്ടി. നമ്മൾ തന്നെ ഞാൻ ഈ കാറുണ്ടാവല്ലോ, അപ്പം കാറിൽ ഇങ്ങനെ കൈ വെച്ചതാണ്. അപ്പോൾ ഒരു കുരുപ്പ് വന്നിട്ടുണ്ടാക്കി ഈ കാറിൻ്റെ ഇത് പൊന്തിച്ചാങ്ങി അതിൽ എൻ്റെ കൈ കുടുങ്ങി. കരിയിലെന്താ അപ്പോൾ ഒന്നും ഒരു ഓവർ വേണമെന്നില്ലേനും. പക്ഷെ പിന്നെ കുറച്ച് നോക്കിയപ്പോൾ ഉണ്ട് കൈയൊക്കെ കൂടി വീങ്ങിയെന്നല്ല, കൈ കുറച്ച് വേദന ആവാൻ തുടങ്ങി. ഇതിൽ കാണണ്ടില്ലേ റെഡ് കളർ അവിടെ ഇങ്ങനെ തടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ഉമ്മൻ്റെ ഫ്രണ്ട് വന്നത്, അതുകൊണ്ട് തന്നെ അവലും കൂടി ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ഒക്കെ ചെയ്ത് പിന്നെ മക്കളൊക്കെ അവിടെ പാർക്കുണ്ട്, അവിടെ നിന്ന് എല്ലാവരും കളിക്കുകയാണ്. ലിയ സേ ഹായ്.
പിന്നെ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഓവർ ക്വാണ്ടിറ്റി ഉള്ള മാതിരി തോന്നില്ല. നമ്മൾ നൈറ്റ് രാത്രിത്തെ ഫുഡും രാവിലത്തെ ഫുഡായിരുന്നു. രാത്രിത്തെ ഫുഡ് എനിക്ക് തീരെ ക്വാണ്ടിറ്റി ഇല്ല. കാരണം ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു ഈ പൂള് കഴിച്ചതിന് ശേഷം. പക്ഷേ ആ ഒരു വിശപ്പിന് നമുക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ. അതാണ് മെയിൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചത് ഇതാണ് ഏറ്റവും കുറുമ്പൻ. ഇവനാണ് ജലജില്ലാടി എന്താ പറയുക, ഇവൻ ഭയങ്കര സാധനമാണ്. ടൈം ലേറ്റായി, 12 മണി 1 മണിയായി. ഉറങ്ങാനുള്ള ടൈം എല്ലാവർക്കും വരുന്നുണ്ട്. സോ നമ്മൾ ഉറങ്ങിയിട്ട് നാളെ കാണണമെന്നായിരിക്കും. മിക്കവാറും ഞാൻ നാളെ നേരെ വീട്ടിൽ വിളിക്കും. അങ്ങനെ നമുക്ക് നാളെ കാണാം. എന്തായാലും നേരത്തെ എണീറ്റാണെങ്കിൽ വീഡിയോ എടുക്കാം, നേരെ വീട്ടിൽ എണീറ്റാണെങ്കിൽ നേരെ വീട്ടിൽ വീഡിയോ എടുക്കാം. ഓക്കെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. അങ്ങനെ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പൂരി ബജിക്കറിയൊക്കെയാണ്. പക്ഷേ ഞാൻ വരുമ്പോൾ കുറേയൊക്കെ തീരുന്നുണ്ട്, കാരണം ഞാൻ ലേറ്റായി എണീക്കാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഹുഡീസ് ആൻഡ് സാധാ മരി ജീൻസ് കാണിച്ചു തരാം. നോക്കണ്ട, ഇവിടെ എന്തോ ഇത്. സോ ഇത് ആൻഡ് പാൻറ്റ് ഷർട്ട്. ശ്വാസം മുട്ടുന്നുണ്ട് എനിക്ക്. അങ്ങനെ നമ്മളിനി ഇതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കണമെങ്കിൽ ചെക്കൗട്ട് ആവാനായി അല്ലേ? ഓക്കെ, എന്നിട്ട് പാക്ക് ചെയ്യാൻ പോവാണ്. കണ്ടിട്ടേക്ക് പാക്ക് ചെയ്യാനേ തോന്നുന്നില്ല. ഞാൻ ദുബായി പോവാണ്. പെറ്റൊക്കെ സെറ്റാക്കി ബൈ. യാത്രയാക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് വിട്ടു പോകാൻ തോന്നുന്നില്ല. കരി നാളെ മുതൽ ട്യൂഷന് സ്കൂളിൽ പോകണ്ടേ ആലോചിച്ചിട്ടുണ്ട് തലവേദന. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. എന്താണെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് റിസോർട്ടിൽ നിന്ന്. അങ്ങനെ ശേഷം നമ്മൾ പുറത്ത് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മളവിടെ നിർത്തി. 2-3 കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസ്, പിന്നെ കുറേ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു കേട്ടോ ഈ തേയിലത്തോട്ടത്തിൻ്റെ മേലെ ഇങ്ങനെയൊക്കെ എടുക്കണത് ഇരിക്കണതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് കിടന്നൊക്കെ നോക്കി, പക്ഷേ കയ്യില്ലടോ, അതിൻ്റെ ഉള്ളിൽ പോകണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കോ കുത്തൊക്കെ ചെയ്യണം. അപ്പം ഞാനെന്തൊക്കെ എണീച്ച് കുറച്ച് വീഡിയോ ഷോ കളിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും വരാനൊന്നും കഴിയില്ല. പക്ഷേ നല്ല രസമുണ്ട്. ഇനിയും അടിപൊളി, ഇനിയും നല്ല വൈബ്, നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഓടിയൊക്കെ കളിച്ച് അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ദ വാൾനട്ട് കേക്ക്സിലാണ്. കാരണം അവിടുത്തെ ചീസ് ബണ്ണോ ബട്ടർ ബണ്ണോ എന്തോ ആണ്. പക്ഷേ ചീസല്ല ബട്ടർ ബണ്ണാണ് തോന്നുന്നു. നല്ല ടേസ്റ്റ്, പൊന്നോ വേറെ ലെവലിൽ സാധനം. എന്നാ പുതിയോടും. അങ്ങനെ ബട്ടർ ബണ്ണൊക്കെ കഴിച്ച് ഏകദേശം വയറൊക്കെ ഫുള്ളായി, നല്ല മസ്തായി. എന്താ ചുരം നല്ല രസമാട്ടോ. ഞാൻ റൂഫിൻ്റെ മേലെ നിൽക്കണേ, അപ്പം നല്ല വ്യൂ ആണ്. എനിക്ക് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ നാടൊക്കെ എത്താനായി. അങ്ങനെ നെഹദി മന്തി റെസ്റ്റോറൻറ്റ് പോയിട്ട് നമ്മൾ നല്ല മന്തി കഴിക്കാം. മന്തി അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തി. നല്ല വിശപ്പുണ്ട്, കാരണം ഒരു 2-3 മണി ആ ടൈമൊക്കെ ആയി. അവിടെ എത്തുമ്പോഴത്തേന് 3 മണി 2 മണി ആ ടൈമൊക്കെ ആയി. നല്ല ഹണി ചിക്കന് മന്തി, ഒരു വികാരം തന്നെയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ വീടൊക്കെ എത്താനായി. കുറച്ച് ഞാൻ ഉറങ്ങി, അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞ്. അങ്ങനെ ഉറങ്ങി നീക്കുമ്പോഴത്തേന് എൻ്റെ വീടെത്തി. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ വീഡിയോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ. കുറച്ച് ഓവറായി ഒന്ന് സംശയം.